ഇന്നത്തെ ചോറ് കഴിക്കാൻ ഒരുപാട് വിഭവങ്ങളൊന്നുമില്ല കേട്ടോ. പക്ഷെ ഉള്ളതൊരു സ്പെഷ്യലാണ്. സ്പെഷ്യൽ എന്ന് വെച്ചാൽ ഇതാണ് സ്പെഷ്യൽ. ചെറുപയറും ഇണ്ണിക്കാമ്പും കൂടി ഇട്ടിരിക്കുന്ന ഉപ്പേരിയാണ്. ഇണ്ണിക്കാമ്പ് എന്ന് പറയുമ്പോൾ എത്ര പേർക്കത് മനസ്സിലാവും എന്നുള്ളത് എനിക്കറിയില്ല. നമ്മുടെ വായ ഉണ്ടല്ലോ, വായ വെട്ടിയതിന് ശേഷം അതിൻ്റെ ഉള്ളിലൊരു ട്യൂബ്ലൈറ്റ് പോലത്തെ ഒരു സംഭവം ഉണ്ടാവുമല്ലോ, ആ ഒരു സംഭവം ചെറുപയറിട്ട് ഉപ്പേരി വെച്ചതാണ്. പിന്നുള്ളത് ചിക്കൻ കറിയാണ്. ചിക്കൻ കറിയാണ്. ഇതൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കി കേട്ടോ. കുറച്ച് അച്ചാറും കൂടി എടുക്കാം. ചേന അച്ചാറാണ്. പിന്നത്തെ വിഭവം നാടൻ ചോറ്. നല്ല ചൂടാണ്. നിങ്ങൾ വിചാരിക്കും ഉച്ച സമയമാണിത്. ഉച്ച സമയമല്ല കേട്ടോ, രാത്രിയാണ്. രാത്രി ഇവിടെ എല്ലാവർക്കും ചോറ് കിട്ടിയാൽ അത്രയും സന്തോഷമാണ്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണമെന്നുണ്ട്, പക്ഷെ ചൂട് കൊണ്ട് പറ്റുന്നില്ല. എനിക്കാകുമ്പം ചെറുപയറോടെയും ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് കേട്ടോ. ശരിക്കും നാടൻ ഫുഡ്. പണ്ടത്തെ ഉള്ള ആൾക്കാർ ഇതൊക്കെ എൻ്റെ ഉമ്മാമ്മ പഠിപ്പിച്ചിരുന്നതാണ് കേട്ടോ. എനിക്ക് ആളിപ്പില്ല കേട്ടോ, ആള് മരണപ്പെട്ടു പോയി. ഉമ്മാമ്മയൊക്കെ പണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു ഉപ്പേരിയാണ്. അന്നത്തെ കാലത്തൊക്കെ ഈ ഉപ്പേരിക്ക് ഇത്രമേൽ കഷ്ടപ്പാടുണ്ട് എന്നുള്ളത് അറിയില്ല. നമുക്ക് പോവുക, കൈയ്യുക, ചോറുണ്ട് എഴുന്നേറ്റ് പോരുക എന്നല്ലാതെ. ഇന്നലെ എനിക്ക് വായ പൊളിക്കാൻ ഞാൻ പെട്ട പാട്. അന്നപ്പം ഞാനിങ്ങനെ ഉമ്മാമനെ വിചാരിക്കാം, നിസ്സാരപണിയൊന്നും അല്ലായിരുന്നില്ലേ എന്നുള്ളത്. വായ പൊളിച്ച് എണ്ണിക്കാമ്പെടുത്ത് അത് പിന്നെ കട്ട് ചെയ്ത് അങ്ങനെ കുറേ പ്രൊസീജിയർ ഉണ്ട് ഇത് സംഭവം. അത് നല്ല ടേസ്റ്റ് കേട്ടോ. ഞാൻ നല്ല ടേസ്റ്റാണെന്ന് പറയുമ്പം നമ്മൾ വിചാരിക്കും വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് പറയാണ്. ചുമ്മാതാ, നാടൻ ഐറ്റംസ് കഴിച്ചു നോക്കണം, അപ്പോഴേ അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവുള്ളൂ. നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റാത്തൊരു ടേസ്റ്റാണ്. എന്നാലും ഞാൻ ഫിനിഷ് ചെയ്യട്ടെ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.